Opening hours with MyFin. സാർ, നമുക്ക് നിഫ്റ്റി 50 വരുമ്പോൾ ഇപ്പോൾ 26,000 എന്നൊരു നില വീണ്ടും തിരികെ പിടിച്ചിട്ടുണ്ട്. 26,010 എന്നൊരു നിലയിലാണ് ഇപ്പോൾ ട്രേഡിംഗ് തുടരുന്നത്. 50 പോയിന്റിന് നേട്ടമാണ് നിഫ്റ്റി 50 കാണുന്നത്. നിഫ്റ്റി 50 താങ്കളുടെ എക്സ്പെക്ടേഷനും ഒപ്പം താങ്കൾ വാച്ച് ചെയ്യുന്ന പ്രധാനപ്പെട്ട ലെവലുകൾ ഏതൊക്കെയാണ്? വിഷ്ണു, നിഫ്റ്റി 50യുടെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നു. ബട്ട് കഴിഞ്ഞ 2 ദിവസത്തെ ആ ഒരു ഇടിവിനെ തുടർന്ന് നമുക്ക് തൽക്കാലം ലോ റിസ്കിൽ ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റിയും കാണാൻ സാധിക്കുന്നില്ല. എനിക്ക് തോന്നുന്നില്ല ഇന്നത്തെ മാർക്കറ്റിൽ നമുക്ക് പുതിയ ലോ റിസ്കിലെ ബൈങ് അവസരങ്ങളോ നിഫ്റ്റി 50യുടെ കേസിൽ ലഭിക്കുന്ന കാര്യം. നമുക്ക് അടുത്തൊരു ബുള്ളിഷ് ട്രിഗർ നിലനിൽക്കുന്നത് അറ്റ് ദ മൊമെന്റ് 26,200 പോയിന്റിലാണ്. സാറിന് ഈ ബാങ്ക് നിഫ്റ്റിയിലോട്ട് വരുമ്പോൾ നമ്മൾക്ക് ഇന്ന് കാണുന്നത് 59,037 എന്നൊരു നിലയിലാണ് ഇപ്പോൾ ട്രേഡിംഗ് തുടരുന്നത്. 202 പോയിന്റിൻ്റെ നേട്ടം ഇന്ന് ബാങ്ക് നിഫ്റ്റിയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ബാങ്ക് നിഫ്റ്റിയിൽ താങ്കൾ വാച്ച് ചെയ്യുന്ന പ്രധാനപ്പെട്ട ലെവലുകൾ ഏതൊക്കെയാണ്? നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിലും വളരെ സിമിലർ ആയിട്ട് ഒരു പാറ്റേൺ കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച നമുക്കൊരു പുതിയ ഓൾ ടൈം ഹൈ നൽകിയതിനു ശേഷമായിരുന്നു നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിൽ പ്രോഫിറ്റ് ടേക്കിംഗ് നേരിട്ടത്. ആൻഡ് അറ്റ് ദ മൊമെന്റ് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിൽ നമുക്ക് തിരിച്ച് ആ ബുള്ളിഷ് ട്രിഗർ ലഭിക്കണമെങ്കിൽ 59,350 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. സോ ആ ലെവലിൽ നമ്മളൊരു എൻട്രി പിടിക്കാൻ നോക്കുകയാണെങ്കിൽ റിസ്ക് ടു റിവാർഡ് റേഷ്യോ നമ്മുടെ ഫേവറിൽ ആയിരിക്കത്തില്ല. അതുകൊണ്ട് തന്നെ ഇന്നത്തെ മാർക്കറ്റിൽ നമ്മൾ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിൽ പുതിയ ലോങ് പൊസിഷൻസ് എടുക്കാൻ നോക്കരുത്. സാറിന് റിലയൻസിൻ്റെ ഒരു വ്യൂ ആണ് അറിയേണ്ടത്. റിലയൻസ് 1.3% നേട്ടത്തിലാണ് ട്രേഡിംഗ് തുടരുന്നത്. 1,556 എന്നൊരു പ്രൈസാണ് ഇപ്പോൾ കാണുന്നത്. ഈ ഒരു മാസവും കഴിഞ്ഞ മാസവും ഒക്കെ നോക്കുമ്പോൾ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് നടന്നതിന് ശേഷം ഒരു നേട്ടം രേഖപ്പെടുന്ന നിലയിൽ ട്രേഡിംഗ് തുടരുന്നതായിട്ടാണ് കാണുന്നത്. മാത്രമല്ല ഓൾ ടൈം ഹൈയുടെ അടുത്തായിട്ടാണ് നിലവിൽ ട്രേഡിംഗ് തുടരുന്നതായിട്ടും കാണുന്നത്. റിലയൻസിൽ താങ്കളുടെ എക്സ്പെക്ടേഷൻ എന്താണ്? റിലയൻസ് ഇൻഡസ്ട്രിയുടെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നു. ഒരു 2 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു കറക്ഷൻ പൂർത്തിയായിട്ടുണ്ട്. നമ്മൾ ഇൻട്രാഡേ ട്രേഡിംഗിന് ഒരു പൊസിഷൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കറന്റ് ലെവൽസിലെ പൊസിഷൻ എടുക്കാൻ ശ്രമിക്കാം. അങ്ങനെ എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ 1,520 രൂപയിലായിരിക്കണം സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. സാറിന് ഇന്ന് റിയൽറ്റി സൂചികയിലാണ് ഒരു മുന്നേറ്റം നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു സൂചികൾ തന്നെ എടുക്കുമ്പോൾ നമുക്ക് ആനന്ദരാജിൻ്റെ ഓഹരിയിൽ നിന്ന് 3% നേട്ടം കാണാൻ സാധിക്കുന്നുണ്ട്. 587 എന്നൊരു പ്രൈസിലാണ് ഇപ്പോൾ ട്രേഡിംഗ് തുടരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആനന്ദരാജിൽ താങ്കളുടെ ടേക്ക് എന്താണ്? വിഷ്ണു, ആനന്ദരാജിന്റെ കേസിൽ കമ്പനിയുടെ ഫൈനാൻഷ്യൽസ് വളരെ മികച്ചതാണ്. എങ്കിലും നമ്മൾ കഴിഞ്ഞ ഒരു ഒക്ടോബർ മാസത്തിന് ശേഷം ഇതിന്റെ ട്രേഡിംഗ് പാറ്റേൺ നോക്കുമ്പോഴേക്കും ഒത്തിരി സെല്ലിംഗ് പ്രഷർ കാണാൻ സാധിക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ കണ്ടിരിക്കുന്ന നേരിയ റിക്കവറി ഇറ്റ് ഇസ് ഓൺലി ഷോർട്ട് കവറിംഗ്. കറന്റ് ലെവൽസിൽ നമുക്ക് ഈ ഒരു സ്റ്റോക്കിൽ ലോ റിസ്കിൽ ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റിയും കാണാൻ സാധിക്കുന്നില്ല. ഈ സ്റ്റോക്കിൽ ഒരു റിക്കവറി നടക്കുന്നുണ്ടെങ്കിൽ 620 മുതൽ 640 ഈ റേഞ്ചിലായിരിക്കും റെസിസ്റ്റൻസ് ഫേസ് ചെയ്യാൻ പോകുന്നത്. സാറിന് നിഫ്റ്റി നെക്സ്റ്റ് 50 വരുമ്പോഴിന്ന് ചോളമണ്ഡലം ഫിനാൻസ് ആണ് ഏറ്റവും കൂടുതൽ നേട്ടം കാണുന്നത്. 1.5% നേട്ടത്തിൽ 1,677 എന്നൊരു നിലയിലാണ് ട്രേഡിംഗ് തുടരുന്നത്. ഇന്നലെ കമ്പനിയെ സംബന്ധിച്ച മാനേജ്മെൻറ്റ് കമൻട്രിയൊക്കെ ലഭ്യമായിരുന്നു. ഏതായാലും റേറ്റ് കട്ട് കമ്പനിയെ സംബന്ധിച്ച് പോസിറ്റീവായി വന്നു. മാത്രമല്ല ഡിമാൻഡ് ശക്തമാണെന്നുള്ള ഒരു കമൻട്രി കൂടി മാനേജ്മെൻറ്റ് ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. ക്രെഡിറ്റ് കോസ്റ്റ് കുറയാനുള്ള സാധ്യത, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയായിരുന്നു ഇന്നലെ മാനേജ്മെൻറ്റ് കമൻട്രി ആയിട്ട് വന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. നമുക്ക് ട്രേഡിങ്ങിലോട്ട് വരുമ്പോൾ നമുക്ക് കാണുന്നത് കഴിഞ്ഞ മാസം ഒരു ഓൾ ടൈം ഹൈക്ക് ടച്ച് ചെയ്തിട്ടാണ് ഓഹരിയിൽ ട്രേഡിംഗ് തുടരുന്നതും. ചോളമണ്ഡലത്തിൽ താങ്കളുടെ ടേക്ക് എന്താണ്? ചോളമണ്ഡലത്തിന്റെ കേസിൽ നിലവിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷ് ആണെങ്കിൽ പോലും നമുക്ക് ഈ ഒരു സ്റ്റോക്കിലും ലോ റിസ്കിലും ഒരു ബൈങ് അവസരവും കാണാൻ സാധിക്കുന്നില്ല. കൈവശം നമുക്ക് ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ 1,640 രൂപയിൽ സ്ട്രിക്റ്റ് ആയിട്ട് സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ഈ സ്റ്റോക്കിൽ റിക്കവറി തുടരുന്നുണ്ടെങ്കിൽ ആദ്യത്തെ മേജർ റെസിസ്റ്റൻസ് 1,760, അതിനുശേഷം 1,782 ആയിരിക്കും. അടുത്തത് ഇനി മിഡ് ക്യാപ്പ് ഓഹരിയിൽ നോക്കുമ്പോൾ ഇന്ന് ഫെനിക്സ് മിൽസ് ആണ് ഏറ്റവും കൂടുതൽ ഒരു നേട്ടം കാണുന്നത്. 2.78% നേട്ടത്തിൽ 1,724 എന്നൊരു നിലയിലാണ് ട്രേഡിംഗ് തുടരുന്നത്. കഴിഞ്ഞൊരു 3-4 മാസം നോക്കുമ്പോൾ നേരിയ നേട്ടം രേഖപ്പെടുത്തിയാണ് ട്രേഡിംഗ് ക്ലോസ് ചെയ്യുന്നതായിട്ട് കാണുന്നത്. ഈ ഒരു ഓഹരിയിൽ താങ്കളുടെ എക്സ്പെക്ടേഷൻ എന്താണ്? ഫിനിക്സ് മിൽസിന്റെ കേസിലും ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷ് ആണെങ്കിൽ പോലും നമുക്ക് കറന്റ് ലെവൽസിൽ ലോ റിസ്കിൽ ഒരു ബൈങ് അവസരങ്ങളും കാണാൻ സാധിക്കുന്നില്ല. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് 1,658 രൂപയിൽ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. സ്റ്റോക്കിൽ റിക്കവറി നടക്കുന്നുണ്ടെങ്കിൽ 1,740 മുതൽ 1,770 ഈ റേഞ്ചിലായിരിക്കും റെസിസ്റ്റൻസ് ഫേസ് ചെയ്യുന്നത്.
സാർ ഇന്നത്തെ സ്മോൾ ക്യാപ്പിലോട്ട് വരുമ്പോൾ സ്മോൾ ക്യാപ്പിൽ ടോപ്പ് ഗെയിനറായി മാറിയിരിക്കുന്നത് ഹിമാദ്രി സ്പെഷ്യാലിറ്റി കെമിക്കലാണ്. ഓഹരിയെ സംബന്ധിച്ച് 5.5% ഒരു നേട്ടം ഇന്ന് രേഖപ്പെടുന്നുണ്ട്. 446 എന്നൊരു പ്രൈസാണ് കാണുന്നത്. മന്ത്ലി ട്രേഡിംഗ് നോക്കുമ്പോൾ കഴിഞ്ഞ കുറച്ച് മാസങ്ങളെ ഒരു കൺസോൾട്ടേഷൻ മോഡിലാണ് ട്രേഡിംഗ് തുടരുന്നത്. ഹിമാദ്രിയിൽ താങ്കൾ വാച്ച് ചെയ്യുന്ന ലെവലുകൾ എന്തൊക്കെയാണ്? ഹിമാദ്രിയുടെ കേസിൽ ആദ്യം തന്നെ ഓർക്കേണ്ടത് ദിസ് ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. ജൂലൈ മാസത്തിന് ശേഷം ഈ സ്റ്റോക്കിൽ കണ്ടിന്യൂസ് സെല്ലിംഗ് പ്രഷറായി കാണാൻ സാധിക്കുന്നു. അതിനെ തുടർന്ന് ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി മാറിയിട്ടുണ്ട്. സ്റ്റോക്കിൽ കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ആ പൊസിഷൻ വൈൻഡ് അപ്പ് ചെയ്യാൻ ശ്രമിക്കണം. ഈ സ്റ്റോക്കിലെ ട്രെൻഡ് റിവേഴ്സൽ നടക്കണമെങ്കിൽ 470 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. ആ ഒരു റെസിസ്റ്റൻസ് എളുപ്പമായിരിക്കത്തില്ല ബ്രേക്ക് ചെയ്യാനായിട്ട്. Opening hours with MyFin.